ശബരിമല സന്നിധാനത്തെ ഒരു യാത്രയപ്പ് ചടങ്ങാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ. അതിൽ 4 ആളുകൾക്കാണ് ഇന്ന് യാത്രയപ്പ് അവർ സഹപ്രവർത്തകർ നൽകിയ ഒരുപക്ഷെ വ്യത്യസ്തമായൊരു യാത്രയപ്പ് തന്നെയാണ് നൽകുന്നതിലെ. അപ്പുസ്വാമിയാണ് ഈ കൂട്ടത്തിൽ 14 വർഷം ശബരിമലയിൽ തുടർച്ചയായി ഡ്യൂട്ടി ചെയ്ത ശേഷം ഈ മാസം ഡിസംബർ 31 വിരമിക്കുകയാണ്. വലിയൊരു സന്തോഷം കാണും. കാരണം ഈ കൂടെ നിൽക്കുന്നവരൊക്കെ ഒരുപക്ഷെ ഈ വർഷമായിരിക്കും ആദ്യമായിട്ട് കാണുന്ന പോലും അല്ലേ. അവരുടെ ഭാഗത്തൊരു യാത്രയപ്പ് ശബരിമലയിൽ വെച്ച് കിട്ടുന്നില്ലേ. അതെ അതെ, ഇതൊരു ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ്. അതിനൊരു പ്രാത്രിഭൂതനാവാൻ നിമിത്തമായാലോ അതിന് പിന്നിൽ അണിയറായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു. മറ്റു ഉദ്യോഗസ്ഥരോട് ചേരുകയാണ്. സാറേ, ഇത് ആദ്യമായിട്ട് ശബരിമല എത്തുകയാണ്. പക്ഷേ ഈ പല ആളുകളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുമായിരിക്കും. വ്യത്യസ്തമായ ഒരു യാത്രയപ്പ് ചടങ്ങ് കിട്ടിയതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും. ഞാൻ 3 ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് 30 വർഷം സർവീസ് പൂർത്തിയാക്കി 30ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്ന ആളാണ്. എൻ്റെ സർവീസ് ജീവിതത്തിൽ ഇനി മുൻപാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇനി ആർക്കെങ്കിലും കിട്ടുമോ എന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. പ്രത്യേകിച്ച് ഇതിന് കാരണഭൂതനായ എൻ്റെ ഡെപ്യൂട്ടി കളക്ടർ പ്രേംജി സാർ, എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. മറ്റ് ആളുകളോട് സാറും റിട്ടയർമെന്റിലേക്ക് കടക്കുകയാണ്. അപ്പുസ്വാമി എങ്കിൽ ഈ വർഷം ഈ മാസം തന്നെ റിട്ടയർമെന്റ്. സാർ ഇനിയും മാസങ്ങൾ കൂടിയുണ്ട്. നിങ്ങൾ ശബരിമലയിൽ എത്തിയൊരു ഇത്തരം ഒരു റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നു, അതും വ്യത്യസ്തമായ ഉദ്യോഗസ്ഥരോടൊക്കെ ഒപ്പം തന്നെ. അതായത് ഞാൻ ആദ്യമായിട്ടാണ് ശബരിമല ഡ്യൂട്ടിക്ക് വന്നത്. സർവീസിനിടയിൽ ആദ്യമായിട്ടാണ് ശബരിമല ഡ്യൂട്ടിയിലെത്തുന്നത്. കൂടെ തന്നെ ആദ്യമായിട്ടാണ് മാലയിട്ട് മല കയറി വരുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ചടങ്ങ് 10 ദിവസം ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊരു ഈ ആദരവും ഈ വിടവാങ്ങൽ ചടങ്ങും ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. എൻ്റെ സർവീസ് ജീവിതത്തിനിടയിൽ കിട്ടിയ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. അതിനുവേണ്ടി ഇവർ കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തൊരാൾ, സാറ് എത്രാമത്തെ തവണയാണ് ഇത്തവണ ശബരിമല? രണ്ടാമത്തെ പ്രാവശ്യം. കഴിഞ്ഞ വർഷം വന്നിട്ട് ഈ വേഷമൊക്കെ മാറിപ്പോയി ആളുകളെ ഈ കണ്ടെത്തുന്ന ഒരു രീതി കൂടെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ഒരു ശബരിമല എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ. കുറച്ച് പേരുണ്ടായിരുന്നു. ബാക്കി 3-4 പേര് ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം പ്രേം സാറിൻ്റെ കീഴിൽ ആദ്യം ജോലി ചെയ്ത് ശേഷം സാറ് പോയി, അടുത്ത ആൾ വന്നു അദ്ദേഹത്തിനോട്. പക്ഷേ ഇത്രയും ഒരു അനുഭവം ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അനുഭവം കൊണ്ടൊന്ന് പങ്കുവെക്കാം. നിങ്ങൾ ഡ്യൂട്ടി ചെയ്തതിന്റെ കഴിഞ്ഞ വർഷം അത് ഇത്തവണ ഈ വേഷമൊക്കെ മാറിപ്പോയി സദാ വേഷത്തിൽ പോയിട്ട് അത് നമ്മൾ സ്ക്വാഡ് വർക്കായിട്ട് സ്പൈസ് വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ ഏതെങ്കിലും കടകളിൽ ചെന്ന് ഞാൻ ചെല്ലും, ചെന്ന് അവിടെ നിൽക്കും, അവിടെ ചായ കുടിക്കും. 20 രൂപ കൊടുക്കുമ്പോൾ അവർ പറയും ഇല്ല ആകത്തില്ല 25 എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ഇവരെ വിളിച്ചു പറയാൻ കാണിക്കും. പിന്നെ കടകളിൽ ചെന്ന് കുടിക്കുമ്പോൾ സമയത്ത് അങ്ങനെ പിടിക്കും, അങ്ങനെ ചെയ്യും. കയ്യിലേക്ക് കൊടുത്തു പോയില്ലേ? കയ്യിൽ കൊടുത്താൽ പോകുന്നു. അങ്ങനെ ഈ ശബരിമല 2 വർഷം ആത്മാർത്ഥ ജോലി ചെയ്യാൻ സാധിച്ചു. ഇപ്പൊ ഈ ദിവസമാണെന്ന് തോന്നുന്നു അങ്ങ് ജോലി പ്രവേശിച്ച ദിവസം. 2000 ഡിസംബർ 21 സർവീസ് കയറി. 2025 ഡിസംബർ 21 എനിക്ക് സെന്റ് ഓഫ് ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടർ. ശബരിമല വെച്ച് തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹം. ഞാൻ സാറും അമ്പലപ്പുഴ ഭഗവാനാണ്. സാറ് അമ്പലപ്പുഴ അമ്പലത്തിൽ സംഘ കുടുംബസമേതം ഡ്യൂട്ടി മത്സരം ചേരുവാണ്. സാറിന്റെ ഒരു ഭാഗ്യമായിരിക്കും ഒരു 4 പേർക്ക് ഒരുമിച്ച് ഒരു സെന്റ് ഓഫ് ഇവിടെ നൽകാൻ സാധിക്കുന്നത്. അതും ആത്മാർത്ഥമായി കൂടെ നിൽക്കുന്ന. ഞാൻ മറ്റു കാര്യം ചോദിക്കാൻ, ഇവരൊക്കെ വലിയ സ്ട്രെസ്സുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും. ഈ കൂട്ടായ്മയൊക്കെ അതിനെ ഒരു ലഘൂകരണത്തിന് സഹായകരമാകുന്നില്ലേ? തീർച്ചയായിട്ടും. പ്രത്യേകത ഒരു കൂട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരാണ് എല്ലാവരും. റവന്യൂ വകുപ്പിൽ തന്നെ. റവന്യൂ വകുപ്പിൽ ഞങ്ങൾ ശരിക്കും രാപകലില്ലാതെ ജോലി ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. അപ്പം വെള്ളപ്പൊക്കം വന്നാലും എന്ത് ഇവൻ്റ് ഉണ്ടായാലും ശരി ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജോലിയാണ്. അപ്പം ഇവിടെ സന്നിധാനത്ത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇവരെല്ലാം ജോലി ചെയ്തു. അപ്പുസ്വാമി റിട്ടയർമെൻ്റ് എന്നുള്ളതാണ് ആദ്യം അറിഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹത്തിനൊരു മൊമെൻ്റ് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായ ആദ്യം ഒരു സെൻഡ് ഓഫ്. അപ്പോഴാണ് ബാക്കിയുള്ളവർ കൂടെ ഇങ്ങനെ ചേർത്ത് എന്തായാലും ഭഗവാന്റെ മുമ്പിൽ ഇങ്ങനൊരു സെൻഡ് ഓഫ് ചടങ്ങ് സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ നല്ല ഒരു സന്തോഷമുണ്ട്. എന്തായാലും റിട്ടയർമെന്റ് ആയവർക്ക് റിട്ടയർമെന്റ് ജീവിത ആശംസകൾ നേരുന്നതിനൊപ്പം തന്നെ എല്ലാവരും ഭംഗിയായി ഡ്യൂട്ടി മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ക്യാമറമാൻ ആശ്രയോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, സന്നിധാനം.